നമ്മളെ റൂമിൽ ചെയ്തിട്ട് വേറെ ആൾ ജോയിൻ ചെയ്തിട്ടോ. ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എന്താണ് ആഡിറ്റ് ഗ്രോ. ആഡിറ്റ് ഗ്രോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് കണ്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം. പിന്നെ ഞാനിപ്പോൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, കാരണം ഞാൻ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ആഡിറ്റ് ഗ്രോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ സ്ട്രേഞ്ചേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. ഒറ്റ വേർഡ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഉള്ളത് ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പം നമുക്കിപ്പോൾ അതിലെന്തുണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷ്, അങ്ങനെ സ്പാനിഷ്, നമുക്ക് ഏത് ലാംഗ്വേജ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കേഴ്സിൻ്റെ നമുക്ക് എന്ത് ചെയ്യുക, കൂടി സംസാരിക്കുക. സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും, അപ്പോൾ അതിൽ നമുക്ക് എന്തുണ്ടാവും, വേറെ ആൾക്കാർ ആ റൂമിക്ക് ജോയിൻ ചെയ്യും, ഗ്രൂപ്പിക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർ തന്നെ സംസാരിച്ച് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് വരും. നമുക്കെപ്പോഴും നമ്മളെ കംഫർട്ട് സോണിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് സംസാരിക്കാൻ വയ്ക്കും. അതിപ്പോൾ ഏത് ഇംഗ്ലീഷ് ആയാലും നമുക്ക് വയ്ക്കും. ഇതാകുമ്പോൾ ചിലവർക്ക് എന്ത് വരും, ചെറിയ സ്റ്റെക്കൊക്കെ വരാൻ, നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേർഡ്സ് കിട്ടാതെ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞത് സ്ട്രേഞ്ചേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ബിൽഡ് ചെയ്തത് ആഡിറ്റ് ഗ്രോ എന്ന് പറഞ്ഞാൽ. ആഡിറ്റ് ഗ്രോ ജസ്റ്റ് ബ്രൗസറിൽ അടിച്ചാൽ മതി, www.additogro.com അടിച്ചാൽ മതി. സ്പെല്ലിങ് പറഞ്ഞുതരാം, ADTOGRO എന്നുള്ളൂ. ഇതാണ് നമ്മൾ ആഡിറ്റ് ഗ്രോൻ്റെ ഇൻ്റർഫേസ്. പിന്നെ ഇവിടെ എക്സ്പ്ലോർ ടാസ്ക് സ്പേസ് പറഞ്ഞാൽ ഇത് നിൽക്കുക. പിന്നെ നമ്മളിപ്പോൾ ഇനി ക്രിയേറ്റ് റൂം നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യണം. നമ്മൾ ഏതെങ്കിലും അക്കൗണ്ട് എടുക്കുക, നേരെ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ലോഗിനായി. പിന്നെ ഇവിടെ ലൈവിൽ എത്ര യൂസേഴ്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നേരെ ക്രിയേറ്റ് ഗ്രൂപ്പ് നടിക്കുക. ക്രിയേറ്റ് ഗ്രൂപ്പ് നടിക്കുമ്പോൾ നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് നമുക്കൊരു ഇഷ്ടപ്പെട്ട നമ്മൾ മൈൻഡ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ്. പിന്നെ നമുക്ക് ലെവലിൽ യൂസ് ചെയ്യാം. പിന്നെ ക്രിയേറ്റ് ഗ്രൂപ്പ്, പിന്നെ ജോയിൻ. അപ്പോൾ നമ്മൾ ക്യാമറ വീഡിയോ ഒക്കെ അലോ ചെയ്യേണ്ടി വരും. പിന്നെ പിന്നെ വേറെ ഫോണിലെ എക്സാമ്പിൾ ഞാൻ തരാം. ഇത് ജോയിൻ ചെയ്യാം. നമ്മളെ റൂമിൽ ചെയ്തിട്ട് വേറെ ആൾ ജോയിൻ ചെയ്തിട്ടോ. ഒന്ന് ഞാൻ അമ്മേൻ്റെ ഫോണാണ് ഇപ്പോൾ ചെയ്തേക്കണത്. പിന്നെ ഇത് നമുക്ക് വീഡിയോ ഓൺ ആക്കുക, പിന്നെ ചാറ്റ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ എക്സാമ്പിൾ ഒന്ന് വീഡിയോ ഓൺ ആക്കി കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇപ്പോൾ ഓഡിയോ ഓൺ ആക്കണില്ല, ഓഡിയോ ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ എക്കോ അടിക്കും. പിന്നെ ഇതിലൂടെ നമ്മൾ എന്താ ചെയ്യുക, ഒരു റൂമിൽ 3 ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ 3 ആൾ ജോയിൻ ചെയ്യുമ്പോൾ അതിലുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കും ഒരാൾ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. മറ്റേത് നമ്മൾ 10 ആൾ ഒരു റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കുകയും. അപ്പം അങ്ങനെ കൊണ്ടാണ് ഒന്നാമത് റൂമിൽ 3 ആൾ ജോയിൻ ചെയ്യിച്ചുള്ള കാരണം. പിന്നെ നമ്മൾ ആ ഇൻ്റർഫേസിൽ പിന്നെ ഇപ്പം ഒരാൾ റൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവും. ഒരാൾ റൂമിൽ ജോയിൻഡ് ആണെന്നുള്ളത് ഇപ്പം നമുക്ക് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റൂം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുമല്ലോ. ഇതുണ്ടോ, ഈ റൂമിൽ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അയാളെ ഗൂഗിളിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഓക്കെ, ബൈ.